വന്നപാടെ ശ്രീധുവിനിട്ടൊരു താങ്ങ് കൊടുത്തിരിക്കുകയാണ് ജാൻമണി. ശ്രീധുവിനെ മാത്രമല്ല, കിട്ടുന്ന ചാൻസിൽ എല്ലാവർക്കും ഇട്ടൊരു കൊട്ട് കൊടുക്കാനായിട്ട് ജാൻമണി നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ജാൻമണി പറയുന്നുണ്ട്, പുറത്തിപ്പോൾ എൻ്റെ പേര് മല്ലിക ജാൻമണി എന്നാണ് എന്ന്. അതായത് പുറത്തിപ്പോൾ ജാസ്മിനെ മുല്ലപ്പൂ എന്നാണല്ലോ വിളിക്കാറ്, അതിനിട്ടൊന്ന് താങ്ങിയതാവാനേ ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ശ്രീധുവിനോട് പറയുന്നുണ്ട്, ലൈറ്റ് ഓഫ് ആക്കിയാൽ ഉടനെ തന്നെ പോയി കിടന്നുറങ്ങണം കേട്ടോ എന്ന്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീധുവിൻ്റെ അമ്മ വന്നപ്പോൾ ശ്രീധുവിനോട് പറഞ്ഞിരുന്നു, എന്തിനാ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്, വേഗം പോയി കിടന്നുറങ്ങിക്കൂടെ എന്ന്. എന്നാൽ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞ് ജാൻമണി പിന്നെ വല്ലാത്തൊരു അട്ടഹാസമാണ് ചെയ്തത്. അതെന്തായാലും ശ്രീധുവിനെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു സംഭവം ജാൻമണി പറയുമ്പോൾ ശ്രീധു ഒന്നും മനസ്സിലാകാത്തതുപോലെ, അല്ലെങ്കിൽ ശ്രീധുവിന് അത് പെട്ടെന്ന് കത്തിയിട്ടില്ല. അതേസമയം ഋഷിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. ഋഷി നല്ലപോലെ ചിരിക്കുന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് ശ്രീധു അർജുൻ്റെ അടുത്ത് പോയിട്ട്, എന്നാലും എന്തായിരിക്കും ജാൻമണി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറയുന്നുണ്ട്, നിന്റെ മമ്മി അങ്ങനെ പറഞ്ഞു പോയില്ലേ, അതിനെയായിരിക്കും പറയുന്നത്, അത് തലയിലേക്ക് എടുക്കണ്ട എന്ന്. ശ്രീധു എന്തായാലും നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. ശ്രീധു പറയുന്നുണ്ട്, ആള് അത് പറഞ്ഞതും പിന്നെ ആ ചിരിയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ലപോലെ പേടിയാകുന്നുണ്ട്, വേഗം ഒരു 6 ദിവസം കഴിഞ്ഞാൽ മതി, ഒന്ന് പുറത്തു പോയാൽ മതി, അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ജാൻമണി പുറത്തിറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയത് അർജുനെതിരെയാണ്. കാരണം അർജുനെതിരെ ഒരുപാട് അലിഗേഷൻസ് ജാൻമണി മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഷോയ്ക്ക് വരും മുമ്പ് അർജുൻ തന്നെ നിരന്തരം ഫോണിൽ വിളിക്കുമായിരുന്നു, അവസരങ്ങൾ ചോദിച്ചുകൊണ്ട്. അതുപോലെ തന്നെ അർജുനെയാണ് ഞാൻ അന്ന് ശപിച്ചത് മുഴുവൻ, നോറേനെയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ജാൻമണി ഇപ്പോൾ 2ാമത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോഴും അർജുന് വലിയ രീതിയിലൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓക്കെ ആയി. അത് അർജുൻ വളരെയധികം നോട്ടീസ് ചെയ്യുകയും ശ്രീധുവിനോട് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു, എനിക്ക് മുഖം തരുന്നില്ല അങ്ങനെയൊക്കെ.